الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, രാത്രിയും പകലും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഒരു പക്ഷേ ഏറ്റവും വലിയ വൈരുദ്ധ്യത്തിന് ഉദാഹരണം പറയാവുന്നതാണ് രാത്രി പോലെയല്ല പകൽ എന്നത്. അതേപോലെ തന്നെ വ്യത്യസ്തതയുണ്ട് ആണിനും പെണ്ണിനും തമ്മിൽ. ഇതേപോലെയുള്ള ഒരു വ്യത്യാസം നന്മയും തിന്മയും തമ്മിലുണ്ട്. നന്മയാണെങ്കിൽ അത് നന്മ തന്നെ, തിന്മയാണെങ്കിൽ തിന്മ തന്നെ. പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ തീരുമാനമാകാതെ കിടക്കുന്നുണ്ട്. ആ വിഷയങ്ങൾക്കെല്ലാം അത് ശരിയാണോ തെറ്റാണോ, അത് ചെയ്യാൻ പാടുണ്ടോ പാടില്ലേ എന്ന ചില സംശയങ്ങളിൽ പല തിന്മകളും ഒരു പക്ഷേ ജീവിതത്തിൽ നിന്നും മാറ്റാതെ നിലനിൽക്കുന്നുണ്ടായിരിക്കണം. അപ്പോൾ അതൊരു തിന്മയാണ് എന്ന് ഉറപ്പാണെങ്കിൽ അത് ഉപേക്ഷിക്കണം. അത് നന്മയാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് ആരെങ്കിലും ചെയ്തോട്ടെ നിൽക്കാൻ പറ്റില്ല, നല്ലതൊക്കെ നമുക്കും വേണ്ടേ. അപ്പോൾ നന്മയാണെങ്കിൽ അത് ഞാൻ പ്രവർത്തിക്കും, തിന്മയാണെങ്കിൽ ഞാൻ മാറി നിൽക്കും എന്ന വളരെ വ്യക്തമായ ഒരു തീരുമാനം ഒരു വിശ്വാസിക്കുണ്ടാവണമെന്നാണ്. ഒരു പക്ഷേ ഭൗതികമായ നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ മറ്റ് പ്രത്യയശാസ്ത്രങ്ങളിലോ എല്ലാം ഭാഗികമായ ശരി തെറ്റ് എന്നൊക്കെ പറയാമെങ്കിലും നമുക്ക് ശരി ഏതാണ് തെറ്റേതാണെന്ന് പകല് പോലെ രാത്രി പോലെ അത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു പല പേരുകൾ നൽകിയപ്പോൾ ഫുർഖാൻ എന്നൊരു പേരു നൽകിയത്. എന്താണ് ഫുർഖാൻ? സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചു തരുന്നതാണ് യഥാർത്ഥത്തിൽ ഫുർഖാൻ എന്നുള്ള പദം. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്.
ആ ഖുർആൻ ജനങ്ങൾക്ക് ഹുദയാണ്. എന്താ ഹുദ എന്ന് പറഞ്ഞാൽ? ഹുദ എന്ന് പറഞ്ഞാൽ നമ്മൾ സന്മാർഗം, മാർഗദർശനം എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ അത് അറിവാണ്. എല്ലാ വിഷയങ്ങളിലുമുള്ള അറിവിനെയാണ് ഇൽമ് എന്ന് പറയുന്നത്. അറിവ്, എന്തു ചെയ്യണം, എന്തു ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്ന വിവരങ്ങളെയാണ്, അറിവുകളെയാണ് ഹുദ എന്ന് പറയുന്നത്. ഹുദ എല്ലായിടത്തും ആവശ്യമാണ്. ഭൗതികമായ ജീവിതത്തിലും ഒരു തീരുമാനം കിട്ടണം. നമ്മൾ രോഗിയാണ്, എന്ത് ചികിത്സ എടുക്കണം, എവിടെ പോകണം, അതൊരു ഹുദയാണ്. അതിൽ നമുക്ക് വ്യക്തമായൊരു അറിവ് കിട്ടിയില്ലെങ്കിലോ ഒരു പക്ഷേ നമ്മളുടെ മുന്നോട്ട് പോക്കാൻ അപകടത്തിലാകും. ഒരു പക്ഷേ ചികിത്സിക്കാതിരിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും തെറ്റായ ചികിത്സകൾ നമ്മൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ എവിടെയും നമുക്കൊരു ശരി ഏതാണെന്ന് പറഞ്ഞു തന്ന് ഒരു വിവരം നമുക്ക് നൽകിക്കൊണ്ടിരിക്കണം. അതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നിരന്തരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ഭുതകരമായ ഒരു പദമാണ് യഥാർത്ഥത്തിൽ ഈ ഫുർഖാൻ. എന്തുകൊണ്ടെന്നറിയോ? ബദർ യുദ്ധത്തെക്കുറിച്ച് അള്ളാഹു ഫുർഖാൻ എന്ന് ഖുർആനിൽ പറയുന്നു. ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച ഒരു യുദ്ധമാണ് ഫുർഖാൻ. വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാൻ. യൗമുൽ ഫുർഖാന്റെ അന്നാണ് ഈ ഖുർആനെ ഞാൻ എൻ്റെ ദാസന് ഇറക്കി കൊടുത്തത്. ഏതാണ് യൗമുൽ ഫുർഖാൻ? യൗമൽ തഖൽ ജംഅൻ, രണ്ട് ജംഉകൾ, രണ്ട് കൂട്ടങ്ങൾ, വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും. ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വത്തിൽ ഒരു സംഘവും മുശ്രിക്കുകളുടെ നേതൃത്വത്തിൽ ഒരു സംഘവും തമ്മിൽ, ഖുറൈശികളുടെ നേതൃത്വത്തിൽ ഒരു സംഘവും തമ്മിൽ ഏറ്റുമുട്ടിയ ആ ബദർ യുദ്ധമില്ലേ, റമദാൻ 17 നടന്നിട്ടുള്ള ആ ഇസ്ലാമിലെ ഏറ്റവും നിർണായകമായ യുദ്ധം, ആ യുദ്ധത്തെ അള്ളാഹു പറയുന്ന യൗമുൽ ഫുർഖാൻ എന്നാണ്. സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച യുദ്ധം. സത്യത്തിൽ വല്ലാത്തൊരു തീരുമാനമാണ് അന്നുണ്ടായത്. എന്താണ് ആ തീരുമാനം? ഒരു പക്ഷേ മക്കയിൽ ഒരു നിലക്കും ജീവിക്കാൻ അനുവദിക്കാഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. അവസാനം 1000-ഓളം മൃഗങ്ങളുടെ പുറത്താണ് ഷാമിൽ നിന്നും സ്വത്തുക്കളും അതേപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളും സമ്പത്തുമായിട്ട് ഏകദേശം 40-ഓളം ആളുകൾ വരുന്നൊരു യാത്രാ സംഘം തിരിച്ചു വരുന്നത്. എന്തിനാണ് ആ യാത്രാ സംഘം? എന്തിനാണ് ആ കച്ചവടം? എന്തിനാണ് ഈ ആയിരക്കണക്കിന് മൃഗങ്ങളുടെ പുറത്തുള്ള ഈ ഭക്ഷണ സാധനങ്ങൾ, ഈ സമ്പത്ത് എന്തിനാണ്? അത് മുസ്ലിങ്ങളെ, പ്രവാചകനെയും സ്വഹാബത്തിനെയും ഉന്മൂലനം ചെയ്യാൻ. അതുകൊണ്ടാണ് അത് തടുക്കാൻ വേണ്ടി പോയത്. അതാണ് ഒരു യുദ്ധത്തിൽ കലാശിക്കുന്നത്. ആലോചിച്ച് നോക്കണം, ഒരാൾക്ക് 3 ആൾ എന്നല്ല, ഒരു 300 ആൾക്ക് 1000 ആൾ എന്ന് പറയുമ്പോൾ എത്ര ഇരട്ടിൻ്റെ സുഹൃത്തുക്കളെ. യുദ്ധത്തിന് പോകുന്നത് തിരിച്ചു വരുമെന്ന് വിചാരിച്ചില്ല, മരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്, രക്തസാക്ഷിയാകുമെന്ന് വിചാരിച്ചിട്ടാണ് യുദ്ധം. 70ഓളം രക്തസാക്ഷികൾ ഉണ്ടായി. അത് എത്ര ആളുകൾക്ക് പരിക്കേറ്റു, എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായി. പക്ഷെ തീരുമാനമായി. ഒരിക്കൽ പോലും ഒരു പരാജയത്തെ ഖുറൈശികൾ മനസ്സിൽ കണ്ടിട്ടില്ല. പക്ഷെ അതൊരു വലിയ പരാജയമായിരുന്നു. അതെന്തിനറിയും? സത്യത്തെയും അസത്യത്തെയും തീരുമാനമാക്കിയ ദിവസമാണ്. അതാണ് ബദർ നാൾ, യൗമുൽ ഫുർഖാൻ. സത്യത്തെയും അസത്യത്തെയും തീരുമാനം. അപ്പോൾ സുഹൃത്തുക്കളെ, തീരുമാനമാകണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോരാടേണ്ടി വരും. നമ്മൾ വളരെ കരുതലോടുകൂടെ, ശക്തിയോടുകൂടെ, എന്ത് നഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചാലും വരുന്നത് വരട്ടെ, ഞാൻ ഇങ്ങനെ പോകുള്ളൂ എന്ന് തീരുമാനിക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും തെറ്റാണെന്നറിയണ പല കാര്യങ്ങളും നമ്മൾ കൊണ്ടുനടക്കുന്നത്. അതുമ്മ വരുന്ന നഷ്ടം പോകട്ടെ എന്നാണ്. പലിശയില്ലാതെ കച്ചവടം ചെയ്യണം എന്നൊരു സന്ദേശം അതിസമ്പന്നന്മാരായിട്ടുള്ള 3500 കോടി 4000 കോടിക്കൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വിവരം കിട്ടിയപ്പോൾ അവർക്ക് എങ്ങനെ അത് സാധ്യമാകുന്നു? അപ്പോൾ പലിശയുടെ ഗൗരവവും അത് എത്രമാത്രം വലിയ, തൻ്റെ മാതാവിനെ വ്യഭിചരിക്കുന്നതിന് സമാനമായ നരകം ഉറപ്പാണെന്ന് പറയാവുന്ന അത് ആ പലിശയുടെ വരുമാനത്തിൽ നിന്ന് മക്കൾക്ക് കൊടുത്താൽ മക്കളെപ്പോലും ഹറാമ് തീറ്റുന്നു എന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ ആ കോടികളൊക്കെ മാറ്റി വെച്ചിട്ട് ഉള്ളതുകൊണ്ട് ജീവിക്കാം എന്ന് തീരുമാനിക്കാൻ ഒരു സമ്പന്നനൊരു മടി ഉണ്ടാവില്ല. ആ തീരുമാനം ഇസ്ലാമിന് വേണ്ടി ജീവൻ നഷ്ടപ്പെട്ടാലും ഇസ്ലാം ഇവിടെ നിലനിൽക്കണം, അള്ളാഹുവേ ഈ സംഘം ഇവിടെ നശിപ്പിക്കപ്പെട്ടാൽ നിന്നെ ആരാധിക്കുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ യുദ്ധത്തിലേക്ക് ചെന്നത്. അതുകൊണ്ട് മൂസാ നബിയോട് പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല, റസൂലെ നിങ്ങൾ മുന്നിൽ നടക്കൂ, ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മരിക്കാൻ തയ്യാറായ 300 ചില്ലാനം ആളുകൾ. സുഹൃത്തുക്കളെ, അവരുടെ പിൻഗാമികളാണ് നമ്മൾ, അവരാണ് നമ്മുടെ മാതൃക. എന്നിട്ട് നമ്മളിങ്ങനെ തെറ്റാന്നറിഞ്ഞുകൊണ്ട് അതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. തെറ്റാണെങ്കിൽ അത് തീരുമാനമാക്കാൻ ഈ റമദാനിന് പറ്റാത്തൊരാൾക്ക് ഇനി അതിനൊരു സമയം വരാനില്ല. എൻ്റെ തെറ്റ് ഇന്നത്തോടെ തീരുമാനമാക്കുന്നു എന്ന് പറയാൻ റമദാനിൽ നമുക്ക് പറ്റില്ലെങ്കിൽ സുഹൃത്തുക്കളെ, അതിന് മറ്റൊരു സമയം ഇനി വരാനില്ല എന്ന് മനസ്സിലാക്കുക.
അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ വിശുദ്ധ ഖുർആൻ സത്യങ്ങളെയും അസത്യങ്ങളെയും നമുക്ക് വേർതിരിച്ചത്. നിങ്ങൾ ചോദിച്ചു നോക്കി, എന്താ സംശയമുള്ളതെന്ന് ചോദിച്ചാൽ ഖുർആൻ അറിയുന്ന ഒരാൾ വളരെ ക്ലിയറായി പകൽ പോലെ അതിൻ്റെ മറുപടി പറഞ്ഞു. അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അങ്ങനെ വ്യക്തതയോടുകൂടെ നമ്മുടെ ജീവിതത്തിന് എന്ത് കാര്യങ്ങളിലും സുഹൃത്തുക്കളെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിലുണ്ടാണ്. അത് അള്ളാഹു അത് നമുക്ക് നേടിത്തരും. എങ്ങനെ ബദർ വിജയിച്ചത്? ബദറിൻ്റെ യുദ്ധത്തിൽ നടന്നതിനേക്കാളും ഏറ്റവും വലിയ സംഭവം നടന്നത് യുദ്ധത്തിൻ്റെ തലേന്നാണ്. യുദ്ധത്തിൻ്റെ തലേന്ന് എന്താ നടന്നത്? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ടെൻറ്റിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, കൈയുയർത്തി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് തോൾമുണ്ട് താഴെ വീഴുന്നു. എത്രയോ ദീർഘമായ പ്രാർത്ഥന. ബദർ വിജയിക്കുക അത് പറ്റും സുഹൃത്തുക്കളെ. ആയുധങ്ങളും ശക്തിയും എന്തുണ്ടെങ്കിലും എത്ര തന്നെ ആളുണ്ടെങ്കിലും പരാജയപ്പെടാം. കാരണം കാരണങ്ങളെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണോ അതേ നടക്കുള്ളൂ. ഇസ്ലാമിനെതിരായി നടക്കുന്ന എന്തെല്ലാം നീക്കങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ടോ, എന്തൊക്കെ നൂറ്റാണ്ട് പഴക്കമുള്ള ആസൂത്രണങ്ങൾ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ലോകത്ത് നടക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്നിട്ട് എന്തേ സംഭവിച്ചു സുഹൃത്തുക്കളെ? അവിടെ യഥാർത്ഥത്തിൽ ആ ആസൂത്രണങ്ങൾക്കെല്ലാം മുകളിലാണ് അള്ളാഹു. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹ് തീരുമാനാക്കിയാൽ തീരുമാനമാകാത്തൊരു കാര്യമില്ല. ബദർ എങ്ങനെയാ വിജയിച്ചത്? എങ്ങനെയാണ് സുഹൃത്തുക്കളെ ബദർ? അള്ളാഹു ശരിക്കും നേർക്ക് നേരെ ആ ബദറിൽ ഇടപെട്ടില്ലേ? ഓരോ സന്ദർഭത്തിലും നമ്മൾ ഖുർആനിലൂടെ ബദറിനെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓരോ സന്ദർഭത്തിലും ഒരു മഴയാണ് പെയ്യുന്നത്. എന്തിനാണ് ആ മഴ? ആ മഴ പെയ്തപ്പോൾ ഒരു ജനാപത്തുള്ളവന് പോലും ഒരു മനസ്സിനൊരു വിഷമം, ഒന്ന് കുളിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ മനസ്സെല്ലാ നിലക്കും സ്വതന്ത്രമാക്കി ആ മഴ അവർ കുളിച്ചു വൃത്തിയായി. അതേ മഴ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുദ്ധഭൂമിയിൽ അവർക്ക് പ്രതികൂലമായി. വിശ്വാസികൾക്ക് അത് ആത്മവിശ്വാസമായി. പിന്നെ അള്ളാഹു ഒന്ന് ഉറക്കി. ഇത് യുഗശീക്ക് മുന്നു ആസാം ഒന്ന് ഉറങ്ങിയതോടുകൂടെ അവരുടെ ക്ഷീണങ്ങൾ അകന്നു. അവർക്ക് പിറ്റേന്ന് യുദ്ധം ചെയ്യാനുള്ള കരുത്ത് നൽകി. എല്ലാം അള്ളാഹു നേരിട്ടാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ അള്ളാഹുവോട് സഹായം ചോദിച്ച സമയം ആയിരക്കണക്കിന് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നതിന് ശരിക്കും മലക്കുകൾ ഇടയിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് അനുഭവത്തിൽ വന്നു എന്ന് സഹാബത്ത് പറയുന്നു. ഞങ്ങൾ നിൽക്കുമ്പോൾ പല ആളുകളും കഴുത്തറ്റ് വീഴുന്നു, ആരാണെന്ന് അറിയുന്നില്ല. അത്രമാത്രം നേർക്കുനേരെ അള്ളാഹുവിൻ്റെ സൈന്യം ബദറിലിറങ്ങി. സുഹൃത്തുക്കളെ, ആ പടച്ചോൻ ഹയ്യാണ്. നമുക്ക് എന്താ ചോദിക്കാനുള്ളത്? ഹിദായത്തിലാണോ? നന്മയിൽ ഉറച്ചു നിൽക്കാനാണോ? ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാണോ? എന്ത് ചോദിച്ചാലും അള്ളാഹു നമുക്ക് തരും. ആത്മാർത്ഥമായി അവനോടൊന്ന് ചോദിക്കാൻ ഉള്ളൊരു മനസ്സ് നമ്മൾ കാണിച്ചാൽ നമുക്കത് സാധിക്കും. ബദർ നൽകുന്ന സന്ദേശം അതാണ്. ബദർ ജയിച്ചത് വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ. ബദർ പറയുമ്പോൾ അള്ളാഹ് പറയുന്നു വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ. നമ്മളൊക്കെ അടിവരയിട്ട് മനസ്സിൽ കുറിച്ചു വെക്കേണ്ട വാക്കാണ്. വിജയം അള്ളാഹു അല്ലാതെ മറ്റാരും തരില്ല. ഒരു കാര്യത്തിലും വിജയം അള്ളാഹു അല്ലാതെ മറ്റാരും തരില്ല. പിന്നെ സുഹൃത്തുക്കൾ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ട് നമ്മളൊരു ജോലി ചെയ്താൽ ആ ജോലിക്ക് വല്ല ബർക്കത്തുണ്ടാവും. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യവുമായി നമ്മുടെ ജീവിതവുമായി മുന്നോട്ട് പോയാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വല്ല ബർക്കത്തുണ്ടാവും, നമ്മുടെ കുടുംബജീവിതത്തിൽ വല്ല ബർക്കത്തുണ്ടാവും. അതുകൊണ്ട് അള്ളാഹു അല്ലാതെ നമ്മളെ ഒരാളും സഹായിക്കാനില്ല എന്ന് നമ്മൾ തീർത്ത് വിശ്വസിക്കണം. ആ നിലക്ക് ഒരു മാറ്റത്തിന് തയ്യാറാവണം. വിശുദ്ധ ഖുർആനിനെ കുറിച്ചും ഫുർഖാൻ എന്നാണ് പറയുന്നത്. എന്താ ഫുർഖാൻ? സത്യവും അസത്യവും നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കി തരും. ഒരു കാര്യം ഉറപ്പിച്ചോളൂ സുഹൃത്തുക്കളെ, ഖുർആൻ മനസ്സിനെ സ്വാധീനിക്കാതെ നമ്മൾ ഒരിക്കലും വിശ്വാസിയാവും. ഖുർആൻ മനസ്സിനെ സ്വാധീനിക്കാതെ നമുക്ക് ഒരിക്കലും വിശ്വാസിയാകാൻ പറ്റില്ല. അത് ഖുർആനിന്ന് തന്നെ ഒരു വെളിച്ചം നമുക്ക് കിട്ടണം. സംഭവിച്ചത് എന്താ അറിയും? പരമ്പരാഗതമായി കേട്ടതും മനസ്സിലാക്കിയതുമായ എന്തൊക്കെയോ കാര്യങ്ങൾ വെച്ച് ആണ് പലരുടെയും ഇസ്ലാം മുന്നോട്ട് പോകുന്നത്. വിശുദ്ധ ഖുർആനെന്ന്, കാരണം വിശുദ്ധ ഖുർആൻ നമുക്ക് തരുന്നത് ആ ഒരു ഉറപ്പാണ്. അതായത് സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്, പടച്ചോണ്ടെന്നൊക്കെയുള്ള ഉറപ്പ് നമുക്ക് അതിനാ കിട്ടുന്നത്. ഇസ്ലാമിനെ കുറിച്ച് കുറേ സംശയങ്ങൾ, ഇസ്ലാമിൻ്റെ അനന്തരാവകാശം, ഇസ്ലാമിൻ്റെ ബഹുഭാര്യത്വം, അങ്ങനെ 100 കൂട്ടം സംശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞ് ഇസ്ലാമിനെ ട്രോളി ഭയങ്കര പരിഹസിച്ച് കളിയാക്കാൻ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടോ? ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ടോ? ഒരാശയക്കുഴപ്പത്തിൻ്റെ ആവശ്യമില്ല സുഹൃത്തുക്കൾ. എന്തുകൊണ്ടൊരു ഖുർആൻ അള്ളാഹുവിൻ്റെതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസിയാണ്. ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്ന വഹിയാണ്, ഇതിൽ സംസാരിക്കുന്നത് അള്ളാഹുവാണ് എന്ന് ഉറപ്പുണ്ട് നമുക്ക്. അതെന്ന് ഉറപ്പാകണോ അന്നേ നമ്മൾ വിശ്വാസിയാവുള്ളൂ.
അതല്ലാതെ നമുക്ക് ഇസ്ലാമിൽ കുറേ ശരികളുണ്ടെന്ന് വിശ്വസിച്ച വിശ്വാസം ഇല്ല. ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് തൻസീലും മിൻ റബ്ബിൽ ആലമീൻ വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാബീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. എത്ര വലിയ ഉറപ്പാ അല്ലാഹ് തരുന്നത്. ഇത് അള്ളാഹിൻ്റെ അടുക്കൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, ഈ വാക്കുകൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്ന, അള്ളാഹുവിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഈ വാക്കുണ്ടല്ലോ, ഈ വാക്കിൽ എവിടെയെങ്കിലും വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാബീൽ എന്തെങ്കിലും ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വക ചേർത്താൽ, പ്രവാചകൻ്റെതായ വാചകങ്ങളോ വാക്കുകളോ ആ ഖുർആനിൽ ചേർത്ത് കഴിഞ്ഞാൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, എൻ്റെ വലത്തെ കൈകൊണ്ട് ഞാൻ പിടിക്കുന്നതാണ്. സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, ആ പ്രവാചകൻ്റെ ജീവനാഡി ഞാൻ മുറിച്ചു കളയുന്നതാണ്. എത്ര വിശ്വാസത്തിലാണ് അള്ളാഹു ഖുർആൻ നമുക്ക് തരുന്നത്. അതായത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കൂടിക്കലരാത്ത, ഒന്നും ചേരാത്ത അള്ളാഹുവിൻ്റെ മാത്രം വാക്കുകളും വാചകങ്ങളും അടങ്ങുന്ന ഇതാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ ആ ഖുർആനിൽ പറഞ്ഞൊരു കാര്യം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ആ ഖുർആനിൽ അള്ളാഹ് പറയാണ് ഒന്നിലധികം വിവാഹം കഴിക്കാൻ, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ആ ഖുർആനിൽ പറഞ്ഞൊരു അനന്തരാവകാശ നിയമത്തിൽ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാവും. എന്താ ആശയക്കുഴപ്പമുണ്ടാകുന്നത്? നമ്മുടെ ബുദ്ധിക്ക് ശരിയായി തോന്നുന്ന ചില കാര്യങ്ങളെ വെച്ചൊരു ഇസ്ലാം നമ്മൾ സ്വന്തം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ഇസ്ലാമിന് നിലനിൽപ്പില്ല സുഹൃത്തുക്കൾ. അതിനപ്പുറത്തേക്കൊരു ബുദ്ധി ഒരാൾ പറയുമ്പോൾ നമ്മൾ ആശയക്കുഴപ്പത്തിലാവും. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമുക്കൊരു സംശയം ഉണ്ടാവില്ല. ഫൽ ഹുദാ ഹുവൽ ഇൽമു ബിൽ ഹഖ് വൽ അമലു ബിഹി. സന്മാർഗം എന്ന് പറഞ്ഞാൽ എന്താ അറിയൂ? ആ വിവരങ്ങൾ ശരിയായി ആ ഖുർആനിൽ നിന്ന് സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒന്നിലും സംശയമില്ല. അങ്ങനെ ഉറപ്പായി നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അടുത്ത് നോക്കൂ നിങ്ങൾ, ഖുർആൻ പറയുന്നത് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചാണ്. ഖുർആനിലുടനീളം പറയാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ഖുർആനിക വചനങ്ങൾ അല്ലെങ്കിൽ ഹദീസിൽ പറയുന്ന ആശയങ്ങൾ അതൊക്കെ വെച്ചിട്ട് ദൈവനിഷേധികളും യുക്തിവാദികളൊക്കെ കളിയാക്കും. ഇവരെ സ്വർഗം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ആലോചിച്ച് നോക്കേണ്ടത് വരും. സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത് ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും. ആ സ്വർഗത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു മനസ്സിന് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്കത് ആ സ്വർഗമെന്ന നമ്മുടെ എല്ലാ ഭാവനകൾക്കും അപ്പുറത്തുള്ളൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. മാല അയിനുള്ള ഒരു കണ്ണും കാണാത്തത് എങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുക. ഒരു ബുദ്ധിയിലും ചിന്തയിലും ആലോചിക്കുവാൻ പോലും പറ്റാത്ത, ഒരു കാതും കേൾക്കാത്ത ഒരു സ്വർഗത്തെക്കുറിച്ചാണ്. ആ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ബുദ്ധി വെച്ചിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷെ അതിനെ പരിഹസിക്കാൻ പറ്റിയേക്കും. പക്ഷെ ആ സ്വർഗം ഉറപ്പാണ്, ആ നരകം ഉറപ്പാണ്. സത്യവും അസത്യവും എത്ര വ്യക്തമാണോ അതേപോലെ സ്വർഗവും നരകവും സത്യത്തിൻ്റെയും അതേപോലെ തന്നെ അസത്യത്തിൻ്റെയും പ്രതീകങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായി നമ്മുടെ നന്മ തിന്മകൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ നന്മയിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നമ്മൾ ആർജിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ മാസം ഫുർഖാൻ്റെ മാസമാണ്. ഖുർആൻ ഫുർഖാനാണ്, ബദറും ഫുർഖാനാണ്. സത്യവും അസത്യവും തീരുമാനമാകണം. അപ്പോൾ ഒരു ആത്മപരിശോധന നമ്മൾ ആലോചിക്കണം. നോക്കൂ നിങ്ങൾ, ഇന്നലെ ജോലി കഴിഞ്ഞ് വന്ന് എന്ത് ചെയ്യാണ്, പിന്നെ ളുഹർ നമസ്കരിച്ച് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി കിടന്ന് അസർ ജമാഅത്തിന് വീട്ടുകാർ വിളിക്കുമ്പോൾ അദ്ദേഹം മരണത്തിൻ്റെ വക്കിലാണ് കിടക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥ അതാണ്. നമ്മൾ എന്നു തീരുമാനമാക്കും എന്നാണ് സുഹൃത്തുക്കളെ നമ്മൾ പറയുന്നത്. പിന്നെ കാണുന്നത് സ്വർഗമാണ്, പിന്നെ കാണുന്നത് നരകാണ്. ഇത്രയും വിശിഷ്ടമായ ഫുർഖാനിൻ്റെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ സന്നദ്ധമായി യുദ്ധക്കളത്തിറങ്ങിയവരുടെ ആ മഹത്തായ ഓർമ്മകൾ, ചരിത്ര ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, സത്യത്തെ വ്യക്തമായി പകൽ വെളിച്ചത്തോടെ വ്യക്തമാക്കി തരുന്ന ഫുർഖാൻ ഇറങ്ങിയ ഈ പരിശുദ്ധ മാസത്തിൽ നമ്മൾ തീരുമാനമാക്കാത്തതൊന്നും ഇനി മരണത്തിന് മുമ്പ് തീരുമാനമാകാൻ പോകുന്നില്ല സഹോദരങ്ങൾ. അതുകൊണ്ട് തെറ്റെന്താണ്, ശരി എന്താണ്, നിഷിദ്ധമാണോ ആ സ്വത്ത് എനിക്ക് വേണ്ട, നിഷിദ്ധമാണോ ആ സുഖം അത് എൻ്റെ കാതുകൾക്ക് വേണ്ട, അതെൻ്റെ കണ്ണുകൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കേണ്ട ദിവസം. ഏറ്റവും വലിയ സത്യം തൗഹീദാണ്. അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹിനെ മാത്രം ആരാധിക്കുക. കയ്യിലോ കാലിലോ കൈത്തണ്ടയിലോ എല്ലായിടത്തും നൂൽക്കഷ്ണങ്ങളാണ് സുഹൃത്തുക്കളെ എല്ലാ ബഹുദൈവ വിശ്വാസികളും. നിങ്ങൾ എവിടെ നോക്കിക്കോ, തൗഹീദില്ലാത്തവരിൽ ശിർക്കുണ്ടാവും. അത് രണ്ടിലൊന്നില്ലാതെ ഇവിടെ ആരും നിലനിൽക്കില്ല. അള്ളാഹുവാണ് കാവലെന്ന് വിശ്വസിക്കുന്ന അള്ളാഹ് മാത്രം കാവല് മതി. ഒരു കാവല് വേണമെന്നറിയാം. അത് അള്ളാഹുവിനെ സ്വീകരിക്കാത്ത ആൾക്കാർ മറ്റുള്ളവരെ സ്വീകരിച്ചിരിക്കും. എവിടെയെങ്കിലും
ഒരു നൂലോ ഒരു തകിടോ എന്തെങ്കിലും ഉണ്ടാവും. എന്നാൽ ഏകദൈവ വിശ്വാസികളെ തൗഹീദിനെ സംബന്ധിച്ചൊന്നുമില്ല. ആ തൗഹീദിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ബദർ എന്ന് പറഞ്ഞത്. തൗഹീദിന് വേണ്ടി. അല്ലാതെ എന്താ സുഹൃത്തുക്കളെ, അള്ളണ്ട് എന്ന് അംഗീകരിക്കാത്തവരോടല്ലല്ലോ ഏറ്റുമുട്ടിയത്. അള്ളണ്ട് എന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പൻ്റെ പേര് അബ്ദുല്ല എന്നാണ്. അത് റസൂലുള്ളാഹിക്ക് റിസാലത്ത് കിട്ടിയിട്ട പേരല്ലല്ലോ, അബ്ദുല്ല എന്നാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള ഹജ്ജിലും അവർ ചൊല്ലിയ തൽബിയത്ത്. റബ്ബ ഹാദൽ ബൈത്ത്, കഅബനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ വീടിൻ്റെ രക്ഷിതാവ് എന്നാണ്. അപ്പോൾ ആ വീടിന് ഒരു രക്ഷിതാവ് ഉണ്ടെന്ന് അവർക്കറിയാം. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അബൂജഹലും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പ്രവാചകനും തമ്മിലൊരു യുദ്ധം നടക്കുമ്പോൾ അതെന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന് മാത്രമേ നേർച്ചയും വഴിപാടും നൽകാൻ പാടുള്ളൂ എന്ന് പറയാനാണ് ആ യുദ്ധം. അള്ളാഹുവോടൊപ്പം മറ്റുള്ളവരെ കൂടെ വേണം, കഅബാലയത്തിലെ 300 ചില്ലാനം ബിംബങ്ങൾ കൂടെ വേണം എന്ന് വാദിക്കാനാണ് അബൂജഹൽ യുദ്ധത്തിനിറങ്ങിയത്. അത് സ്ഥാപിക്കാനാണ്. പക്ഷേ സുഹൃത്തുക്കളെ, സങ്കടമെന്ന് പറയാം, നന്മകളേറെയുള്ള ഈ പരിശുദ്ധമായ മാസത്തിലും ഒരു പക്ഷേ ഏറ്റവും ആഘോഷമായി നടത്തുന്നതാണ് ബദരീങ്ങളാണ്. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണെന്ന് വിശ്വസിച്ച് എത്രയോ ആളുകൾ. ബദറിൽ പങ്കെടുത്ത ആൾക്കാർക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ്. അതിൽ ആരൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ? എല്ലാ സഹാബത്തും ഉണ്ട് ആ ബദറിൽ പങ്കെടുത്ത മഹൽ വ്യക്തികളിൽ. ആലോചിച്ച് നോക്ക് നിങ്ങൾ. നമുക്കൊരു വിഷമവും ബുദ്ധിമുട്ടും വരുമ്പോൾ ബദരീങ്ങളെ എന്നൊരാൾ വിളിക്കുമ്പോൾ ആരെയാണ് വിളിക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അതിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അവരാണോ നമുക്ക് കാവൽ? അവരാണോ നമുക്ക് രക്ഷ? അവരൊക്കെ എന്തിനാ യുദ്ധം ചെയ്തത്? അവിടുത്തെ മുശ്രിക്കുകൾക്ക് തൗഹീദിനെ പഠിപ്പിച്ചു കൊടുക്കാനാണ് അവിടെ യുദ്ധം ചെയ്തത്. ആ സമയത്ത് നമ്മുടെ നാടുകളിൽ അറുക്കുന്നുണ്ട്, പള്ളികളിൽ അറുക്കുന്നുണ്ട് ആ ഉരുവിനെ. എന്താ സാധാരണ നമ്മൾ ഇന്ന് വാങ്ങിയ മാംസത്തെക്കാളും എന്താണ് റമദാൻ 17 അറിവിൻ്റെ പ്രത്യേകത? അന്ന് അറുത്ത മാംസം ഭക്ഷിച്ചാൽ നമുക്ക് ബർക്കത്ത് കിട്ടും. ആ ബർക്കത്ത് ആരും തരുന്ന ബർക്കത്താ സുഹൃത്തുക്കളെ? ഇത് ബദരീങ്ങളിൽ നിന്ന് വന്ന ബർക്കത്താണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അള്ളാഹുവിൻ്റെ അടുക്കുന്ന മാത്രമാണ് ബർക്കത്ത്. ആ ബർക്കത്ത് പ്രതീക്ഷിച്ച് അതിനപ്പുറത്തേക്കൊരു ബർക്കത്ത് പ്രതീക്ഷിച്ചാൽ തീർച്ചയായും നമ്മൾ തൗഹീദിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ശരിയായ തൗഹീദ് ഉൾക്കൊണ്ട്, അതാണ് സത്യം. അതുകൊണ്ട് ശിർക്കിൻ്റെ ശാഖകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ തീരുമാനമാക്കണം. ഹറാമിൻ്റെ ശാഖകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ റമദാനിക്ക് തീരുമാനമാക്കണം. ഈ ഫുർഖാനിൽ ബദർ തീരുമാനമാക്കിയതുപോലെ, വിശുദ്ധ ഖുർആൻ സത്യാസത്യങ്ങളെ തീരുമാനമാക്കിയതുപോലെ നമ്മുടെ ഇത് തീരുമാനമാകണം. അത്തരമൊരു തീരുമാനമെടുക്കാൻ റമദാൻ ഇനിയും ബാക്കി നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കണം. ശരിയായ വിശ്വാസിയായി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും സത്യത്തെ സത്യമായി തിരിച്ചറിഞ്ഞ് അത് ഉൾക്കൊള്ളുവാനും അസത്യത്തെ അസത്യമായി മനസ്സിലാക്കി അതിനെ ധൈര്യപൂർവ്വം ഒരു യുദ്ധസമാനമായി നിരാകരിക്കുവാനും അതിൻ്റെ മുഴുവൻ നഷ്ടങ്ങളും എത്ര വലുതാണെങ്കിലും അത് പരലോകത്തെ നഷ്ടത്തെക്കാളും വലുതല്ലെന്ന് മനസ്സിലാക്കി ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവും. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ റമളാനിൽ മാത്രമായി സക്കാത്തിൻ്റെ പ്രത്യേകതയൊന്നുമില്ല. 5 കാര്യങ്ങളിൽ, ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് സക്കാത്ത് എന്ന് പറഞ്ഞത്. പക്ഷെ പലപ്പോഴും ആളുകൾ ഒരു വർഷം തികയുക എന്ന നിബന്ധന നാണയത്തിൻ്റെ സക്കാത്തിന്, കച്ചവടത്തിൻ്റെ സക്കാത്തിനും ശമ്പളത്തിൻ്റെ സക്കാത്തിനും ഒക്കെ ഉണ്ട്. ഒരു കൊല്ലം തികയുമ്പോഴാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ കൊല്ലം തികയുമ്പോൾ ഒരു മാസം നിശ്ചയിക്കണം. അപ്പോൾ പൊതുവെ ആളുകൾ ഈ റമളാൻ മാസത്തെയാണ് പൊതുവെ സ്വീകരിക്കാൻ. അതുകൊണ്ടാണ് ആ സന്ദർഭത്തിൽ സക്കാത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മളെല്ലാവരും നമ്മൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണോ എന്നൊന്ന് പരിശോധിക്കണം. നിസ്കരിക്കാത്ത ഒരാളെപ്പോലെ തന്നെയാണ് സക്കാത്ത് കൊടുക്കാത്ത ഒരാളും. ഇൻ താബു വ അഖാമു സ്വലാത്ത വ ആതഉ സകാത്ത് ഫഇഖ്വാനുകും ഫിദ്ദീൻ. അവർ സക്കാത്ത് കൊടുക്കും നിസ്കരിക്കും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മുസ്ലിം സൊസൈറ്റിയിലെ അംഗമാണ്. ഇസ്ലാമിലെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യമില്ലാത്തവർക്കില്ല. അവനെ മുസ്ലിം പൊതു ശ്മശാനത്തിൽ മറവ് ചെയ്യണ്ട, അവൻ മുസ്ലിങ്ങളുടേതായ ഒരു കർമ്മം നിർവഹിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അത് വേണമെങ്കിൽ 2 കാര്യമാണ്. ഇപ്പോൾ സക്കാത്ത് കൊടുക്കാനുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് എത്ര സ്വത്തുണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കേണ്ട വിഹിതം അതിന്ന് മാറ്റി വെച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ സ്വത്തും ഹറാമാണ്. ആ സക്കാത്തിൻ്റെ വിഹിതം അതിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ സ്വത്ത് സമ്പൂർണമായും ഹറാമായ സമ്പത്തായി മാറും. നമ്മൾ ഭക്ഷിക്കണോ ഉപയോഗിക്കണോ ഒക്കെ. അതുകൊണ്ട് അത് ഇന്ന് മാറ്റിയേക്കുക. വളരെ ചെറിയ തുകയുള്ളൂ. സക്കാത്ത് പറഞ്ഞാൽ അത്രയും ചെറിയ തുകയുള്ളൂ.
2.5% എന്ന് പറഞ്ഞാൽ എത്ര ചെയ്താൽ 100 രൂപക്ക് 2.5 രൂപ എന്ന്. ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ 25 രൂപയാണ്. ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ എത്രയാണ് വരുന്നത് സുഹൃത്തുക്കൾ? വളരെ കുറഞ്ഞൊരു 250 റുപ്യ വരുന്നുള്ളൂ. 1,00,000 ഉണ്ടെങ്കിൽ ഒരു 2,500 റുപ്യ അത്രയും വരും. അത് എങ്ങനെ കണക്കൂട്ടണമെന്ന് അറിയുന്നത്? നമ്മളുടെ ഒക്കെ വരുന്ന വരുമാനം, അത് ദിവസ വരുമാനം, മാസമായിരുന്നത് ഏതായിരുന്നാലും ഒരു വർഷത്തേക്കുള്ള നമ്മുടെ അടിസ്ഥാന ചെലവുകൾ, വീടിന് വാടക ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, നമ്മുടെ ഭക്ഷണ ചെലവുകൾ, മരുന്ന്, ഇങ്ങനത്തെ അടിസ്ഥാന ചെലവുകൾ നമ്മൾ കഴിച്ചിട്ട് ഒരു വർഷത്തിൽ 590 ഗ്രാം വെള്ളി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 40,000 രൂപ, ഒരു 40,000 രൂപയുടെ അത്ര നമ്മൾ എന്ത് ചെയ്യണം, കാശുണ്ടെങ്കിൽ, അതായത് ഒരു വർഷത്തിൽ ഒരു 40,000 രൂപ സമ്പാദിക്കാൻ പറ്റുന്ന, ബാക്കി വെക്കാൻ പറ്റുന്ന, ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കി വെക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നമ്മൾ കൊടുക്കണം. സ്വർണ്ണം ഉണ്ടെങ്കിൽ ഒരു 10.5 പവന് മുകളിൽ വരുമ്പോൾ ആ 10.5 പവന് അടക്കം അതിൻ്റെ 2.5% സ്വർണമോ അതിൻ്റെ മൊത്തം കാശിൻ്റെ 2.5% കാശോ നമ്മൾ നടക്കണം. കൃഷിയാണെങ്കിൽ അത് ആത്തു ഹക്കഹു യൗമ ഹസാദിഹി, അത് വിളവെടുക്കുന്ന സമയത്ത് ഒരു 6 കിൻഡൽ, നമ്മുടെ നാട്ടിൽ 600 കിലോ, 600 കിലോ അരിക്ക് വരുന്ന വില എത്രയാണോ അത്ര ഒരു പ്രാവശ്യം തേങ്ങ ഇടുമ്പോൾ കിട്ടിയാൽ, ഒരു പ്രാവശ്യം കൃഷിയിൽ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. നാൽക്കാലികളെ പൊതുവേ ഒരു കച്ചവടാടിസ്ഥാനത്തിൽ വളർത്തുകയാണെങ്കിൽ അതിനും നമ്മൾ അതിൻ്റെ കണക്കനുസരിച്ച് ആടിനും ഓരോ മൃഗത്തിനും അതിൻ്റേതായ തോതുകൾ അനുസരിച്ച് കൊടുക്കണം. അപ്പോൾ വെറുതെ ഒന്ന് കണക്കൂട്ടി വെക്കുക, എൻ്റെ ശമ്പളപ്രകാരം എൻ്റെ ചിലവ് കഴിച്ചിട്ട് എനിക്ക് എത്ര അവശേഷിക്കുന്നുണ്ട്, നമ്മുടെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഏകദേശം ഒരു 40,000 രൂപ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു 2.5% എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സംഖ്യയാണ്. നമ്മുടെ മൊത്തം സമ്പത്തും നിഷിദ്ധമായി പോകും. വല്ലദിന യക്നിസൂന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം. നേർക്ക് നേരെ അള്ളാഹു നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്ത ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ സമ്പത്ത് ചെലവഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ നല്ല സർപ്പങ്ങളായി അവൻ്റെ കഴുത്തിൽ ചുറ്റി അവൻ കൊടുക്കാത്ത സമ്പത്ത് അവൻ്റെ മുന്നിൽ വരും എന്ന് ഹദീസുകൾ കാണാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. നമ്മിട്ട് പരിശോധിച്ച് ശരിയായ രൂപത്തിൽ അർഹരായ ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുമ്പോഴേ സക്കാത്ത് വീടുള്ളൂ. ഒരു ആരാധനയാകുമ്പോൾ അതിൻ്റെ നിയമപ്രകാരം സക്കാത്ത് എന്നുള്ള ആർക്കെങ്കിലും കൊടുത്താൽ പോരാ, അതിൻ്റെ അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുകയും വേണം. സക്കാത്ത് ശരിയായ രൂപത്തിൽ നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുകയും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഈ ഒരു റമദാനിലെ നോമ്പും അതിനനുസരിച്ച് എല്ലാ നമസ്കാരങ്ങളും ആരാധനകളും പൂർണ്ണ പ്രതിഫലത്തോടു കൂടെ ഞങ്ങളിതെല്ലാവരും നീ കബൂൽ ചെയ്യണമേ റഹ്മാനെ. രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും രോഗശമനവും ആശ്വാസവും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على